അങ്ങനെ നവ്യയുടെ 5-ാം മാസ ചടങ്ങിലേക്ക് നന്ദുവും അനന്തപുരിയിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് അവർ അനന്തപുരിയിലോട്ട് എത്തുകയാണ്. ആ കാഴ്ച കണ്ട് അനി ബാൽക്കണിയിൽ തന്നെ മുകളിൽ അവരെയും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. തൊട്ടുപിറകെ അനാമികയും ആ കാഴ്ച കണ്ട് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. നന്ദു വരുന്നു എന്ന് അറിഞ്ഞ സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞ അനി നേരെ കാണുന്നത് അനാമികയെയാണ്. അനി ചിരിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അനാമികയ്ക്ക് വല്ലാത്ത കുശുമ്പും അസൂയയും ദേഷ്യവും വന്നു. ഇത് കണ്ടിട്ട് അനിയോട് ചോദിച്ചു, നിനക്ക് സന്തോഷമായല്ലേ? തൃപ്തിയായല്ലേ? ആഗ്രഹിച്ച ആള് തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അവന് കണ്ണൊന്നും കാണത്തില്ല, എന്നെയും കാണത്തില്ല. അവൻ ആഗ്രഹിച്ചത് ഇതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവളോട് ഞാൻ പലതവണ ഇങ്ങോട്ട് വരരുതെന്നുള്ളത് പറഞ്ഞതാണ്. ഇന്നലെയും വിളിച്ച് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും കേൾക്കാതെ അവൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ് കാരണം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവളുടെ ചേച്ചിയുടെ 5-ാം മാസ ചടങ്ങ് പങ്കെടുക്കാനാണ് അവൾ വന്നിരിക്കുന്നത്, അല്ലാതെ പിന്നെ എന്തിനാ എന്നൊക്കെ അനി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അതൊന്നുമല്ല കാര്യം, നിന്നെ കാണാനാണ്, നിങ്ങൾക്ക് ഒത്തുചേരാനാണ് അവൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ ഒരു ഉദ്ദേശം മാത്രമേ നിങ്ങൾ രണ്ടുപേർക്കുമുള്ളൂ എന്നൊക്കെ പറയുകയാണ് അനാമിക. ഇത് കേട്ടപ്പോൾ അനിക്ക് വല്ലാതെ ചൂടാവുന്നുണ്ട്. എന്നിട്ട് അനാമികയോട് പൊട്ടിത്തെറിച്ച് അവൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പിന്നീട് കനകയും ഗോവിന്ദനും നന്ദുവുമൊക്കെ അകത്തോട്ട് വരികയാണ്. ആ സമയത്ത് നവ്യ മാറ്റി റെഡിയായിട്ട് താഴോട്ട് വരികയായിരുന്നു. എന്നിട്ട് അവരെ കണ്ടപ്പോൾ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നാലെ നയനയും അതുപോലെ തന്നെ ദേവയാനിയും അങ്ങോട്ട് വരികയാണ്. ദേവയാനിക്ക് അവരെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും അത് മുഖത്ത് പ്രകടമാക്കുന്നില്ല. അങ്ങനെ ദേവയാനി നേരെ വന്ന് സോഫയിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് കനക ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ കുഴപ്പമില്ലാതെ പോകുന്നു, പിന്നെ മാറ്റം ഉണ്ടായത് കൊണ്ടാണല്ലോ നിങ്ങൾ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്, പിന്നെ തക്ക സമയത്ത് കരൾ തരാൻ ഒരു പെൺകുട്ടി ഉണ്ടായത് കൊണ്ട് അതിൻ്റെ ഒരു ഇതിൽ ജീവിച്ച് പോകുന്നു എന്നൊക്കെ പറയുകയാണ് ദേവയാനി. ആ സമയത്ത് നയനയ്ക്ക് വളരെയധികം സന്തോഷമൊക്കെ. അങ്ങനെ നയന കനകയോട് പറയുന്നുണ്ട്, അമ്മ ഇന്ന് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അമ്മയാണ്, അമ്മയുടെ സ്പെഷ്യലാണ് ഇന്ന് എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാണ് ഇപ്പോൾ ഇവൾ അടുക്കളയിൽ കയറുന്നത്. കാരണം അവൾ കാച്ചി വെച്ച പാല് കുടിച്ചിട്ടാണല്ലോ ഞാൻ ഹോസ്പിറ്റലിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അവളെ ഞാൻ കിച്ചണിലോട്ടൊന്നും കയറ്റത്തില്ല, അവളിവിടെ ഇങ്ങനെ നിന്നാൽ മതി, ഞാൻ തനിയെ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ദേവയാനി. പക്ഷെ ഇത് കേട്ടിട്ട് കനകയ്ക്കുമൊക്കെ സങ്കടം. അങ്ങനെ ദേവയാനി വീണ്ടും വീണ്ടും നയനയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അവരെ മുഖഭാവം കണ്ടിട്ട് ചെറിയ സങ്കടമൊക്കെ ദേവയാനിക്ക് തോന്നുന്നുണ്ട്. എന്നിട്ട് വിഷയം മാറ്റുകയാണ്. ഏതായാലും നിങ്ങൾ 5-ാം മാസ ചടങ്ങിനാണല്ലോ വന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇരിക്കി, കുടിക്കാൻ ഞാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് ഗോവിന്ദൻ നയനയോട് ചോദിക്കുന്നുണ്ട്, മോളെ ഇപ്പോഴും മോളുടെ അമ്മായിയമ്മയ്ക്ക് ഒരു മാറ്റവും ഇല്ലല്ലേ, മോളെ സ്നേഹിച്ച് തുടങ്ങിയിട്ടില്ലല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അത് പിന്നെ അച്ഛ മാറ്റമൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, അമ്മയുടെ സ്വഭാവം എനിക്ക് അത്ര പിടികിട്ടുന്നില്ല, എന്നെ കൊണ്ടൊരു ജോലിയും ചെയ്യിപ്പിക്കുന്നില്ല, പക്ഷേ എനിക്കുള്ള കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യുന്നുമുണ്ട്, ഇടക്കാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, എന്താണ് അമ്മയുടെ മനസ്സിൽ ഉള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പക്ഷേ എന്തൊക്കെയോ മാറ്റങ്ങൾ അമ്മയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കുറപ്പാണ് എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, എന്നാലും എൻ്റെ അമ്മയമ്മയെക്കാളും എത്രയോ ഭേദമാണ് ഇവളുടെ അമ്മയമ്മ, ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, എൻ്റെ അമ്മയമ്മ പോലെ അത്ര ക്രൂരയൊന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അബി തന്നെ അംഗീകരിക്കാത്തതും തൻ്റെ കുഞ്ഞിനെ അംഗീകരിക്കാത്തതും ഒക്കെ ആലോചിച്ച് സങ്കടം കൊണ്ട് ഓരോന്ന് പറയുകയാണ് നവ്യ. ആ സമയത്ത് എല്ലാം ശരിയാകും മോളെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് കനക. അതേസമയം നന്ദുവാണെങ്കിൽ അനി എവിടെ എന്നുള്ളത് ഇങ്ങനെ തിരയുന്നുണ്ട്. എന്നിട്ട് അവൻ പുറത്തെങ്ങാനും പോയി കാണുമോ എന്നുള്ളത് അന്വേഷിക്കുകയാണ് നന്ദു. ഒരു ഇഷ്ടത്തോടെയൊക്കെയാണ് നന്ദു അവനെ നോക്കുന്നത്, തിരയുന്നത്. അതേസമയം ജാനകിയും ജലജയും ദേവയാനി അവർക്കുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഏട്ടത്തിക്ക് എന്തൊരു ഉത്സാഹമായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ എന്നൊക്കെ ജലജ പറയുന്ന സമയത്ത്, അതാണ് ഞാനും നോക്കുന്നത്, എനിക്ക് മനസ്സിലാവാത്തത്, ഏട്ടത്തിക്ക് എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത്, ഒരു മാറ്റവുമല്ല, അവർക്ക് അവരുടെ മോൻ്റെ ജീവിതത്തെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ, സ്വാർത്ഥയാണ് അവർ എന്നൊക്കെ ജലജ പറയുന്ന സമയത്ത്, അത് ശരിയാണ്, അത് മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ഇവിടുത്തെ അച്ഛനും അമ്മയും ഒക്കെ അവളുടെയും ആദർശ
ആദർശിൻ്റെയും സൈഡിലാണല്ലോ. അതുകൊണ്ട് തന്നെ രോഗം വന്നതിന് ശേഷം അവർക്ക് സൈഡിൽ നിൽക്കുന്നതാണ് നല്ലത് എന്നുള്ളത് ഏട്ടത്തിക്ക് തോന്നിക്കാണും. കാരണം എപ്പോഴും എന്തെങ്കിലും സഹായമൊക്കെ ആരുടേതെങ്കിലും വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാവും ഏട്ടത്തി ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ജാനകി. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനാമികയും അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അനാമികയും അവരുടെ ആ ഒരു ചടങ്ങിനെ കുറിച്ചൊക്കെ നന്ദു വന്നതിനെ കുറിച്ചൊക്കെ അവരോട് പറയുകയാണ്. എന്നിട്ട് ജലജ ഓരോന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് ജാനകിയോട് അനാമിക പറയുന്നുണ്ട്, എന്തായാലും അമ്മേ ഈ ചടങ്ങ് അത്ര ഭംഗിയായിട്ട് നടക്കാൻ പാടില്ല, എന്തെങ്കിലും ചെയ്തിട്ട് ഇത് കുളമാക്കിയേ പറ്റൂ എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാനും അക്കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതിരുന്നില്ല. എന്തായാലും അവരത്ര സന്തോഷത്തോടു കൂടി ചടങ്ങ് നടത്തണ്ട, എന്തെങ്കിലും നമുക്ക് ചെയ്യാം മോളെ എന്നൊക്കെ പറയുകയാണ് ജാനകി. അങ്ങനെ അനാമികയും ജാനകിയും ചേർന്ന് പല പ്ലാനുകളും നടത്തുകയാണ്. അങ്ങനെ നവ്യ റെഡിയായിട്ട് താഴോട്ട് ചടങ്ങിന് വേണ്ടിയിട്ട് വരികയാണ്. ആ സമയത്ത് എല്ലാവരും നവ്യയെ കണ്ടിട്ട് ആ ഒരു സാരി ഉടുത്ത് ഭംഗിയായി സുന്ദരിയായി വരുന്നത് കണ്ടിട്ട് അവളെ പുകഴ്ത്തുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ വാങ്ങിക്കൊടുത്ത സാരിയാണ് ചേച്ചി ഉടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ കനക പറയുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്, നവ്യയ്ക്ക് ഇത് നന്നായിട്ട് ചേരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, ഈ ഒരു ചടങ്ങായിട്ട് പോലും എൻ്റെ ഭർത്താവിന് എനിക്ക് വേണ്ടി ഒരു സാരി വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട് തോന്നിയില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് അവനെ കൊച്ചാക്കാൻ കിട്ടുന്ന ഒരു അവസരവും നീ പാഴാക്കരുത് എന്നൊക്കെ പറയുകയാണ് ജലജ. അപ്പോൾ ഇത് കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഇത് കൊച്ചാക്കുന്നതാണോ? ഇങ്ങനെയൊരു ചടങ്ങ് നടക്കുന്ന സമയത്ത് അവൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് അഭിയല്ലേ, അത് ചെയ്തു കൊടുക്കാത്തത് പറഞ്ഞത് അവനെ കുറ്റപ്പെടുത്തുന്നതാണോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി നവ്യയ്ക്ക് സപ്പോർട്ടായിട്ട് പറയുന്നു. അങ്ങനെ അവരുടെ സംസാരം ഒരു തർക്കത്തിലേക്ക് എത്തുമെന്ന് തോന്നിയ ദേവയാനി പതുക്കെ അവരെ ഒന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കുടിക്കാനുള്ള ജ്യൂസ് എടുത്തു വാ ജലജ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാനിട്ട് ജലജ ജാനകിയെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് അവർക്കുള്ള ജ്യൂസ് എടുക്കാൻ വേണ്ടി.